ഹലോ മക്കളെ, അഖില മിസ് ആണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ വിഷുക്കാലമൊക്കെയാണ്, എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്, അവധിക്കാലമാണ് അല്ലേ. അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്കറിയാം നമ്മുടെ ഒരുപാട് റിലേറ്റീവ്സ് നമ്മുടെ ഓരോ ഫംഗ്ഷൻസിനൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു സമയം കൂടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാനുള്ള കാര്യം എന്താ, ഇവരൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള നമ്മുടെ LSS എക്സാമിനേഷനെ പറ്റി അല്ലേ. ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്, CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ആണ്. അപ്പോൾ ഈ ഒരു വർഷം നമ്മുടെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ എല്ലാവരും എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് എഴുതുന്നില്ലേ, LSS എഴുതാൻ പ്ലാൻ ഉണ്ടോ, LSSൻ്റെ കോച്ചിങ് തുടങ്ങിയോ എന്നൊക്കെ തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഇനി അങ്ങോട്ട് കേട്ടുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അല്ലേ. അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സോട് കൂടി തന്നെ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ കുഞ്ഞു മക്കളാണ്, 4ാം ക്ലാസ്സിലെ മക്കളാണ്, കുറച്ച് കാര്യങ്ങളല്ലേ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇതാ 1ാം ക്ലാസ് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെ, നമ്മുടെ ഓരോ എക്സാം, ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം, ഇതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം വലിയൊരു മാറ്റമാണ് ആ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതാ 3 മുതൽ തുടങ്ങുകയാണെങ്കിൽ 3ലും 4ലും അവിടെ നിന്ന് അങ്ങോട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, അതായത് പ്രസ്താവനകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതേ പാറ്റേൺ നമ്മൾ എവിടെയും പ്രതീക്ഷിക്കണം. ഈ പറയുന്ന നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും പറഞ്ഞ് മിസ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല. മിസ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ക്വസ്റ്റ്യനും ഒരു ആൻസറും ബൈ ഹാർട്ട് ചെയ്തുകൊണ്ടൊന്നും നമ്മൾ ഈ പറഞ്ഞ സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതിന് പകരം നമ്മുടെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് നമുക്കുള്ള സിലബസ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് വളരെ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ എവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ നേരത്തെ കൂട്ടി തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സോ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ സൈലത്തിൻ്റെ സ്വന്തം പ്രാണ ബാച്ച് ഇതാ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇതാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പാരൻസിനോട് ഈ കാര്യം പോയിട്ട് പറയുക. എന്നിട്ട് വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ബിക്കോസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങിയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വലിയ ബേർഡൻ ഒന്നുമില്ലാത്ത രീതിയിൽ കളിയിലൂടെയും ചിരിയിലൂടെയും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പഠിച്ച് സെറ്റാക്കാം. പക്ഷേ നമ്മൾ നേരത്തെ തുടങ്ങേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത പ്ലാനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓൾറെഡി മക്കൾക്ക് അറിയാലോ അല്ലേ. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്നത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്കായിട്ട് 10% ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പറയാം. ഈ ഒരു അക്കാദമിക് ഇയറിലേക്കാണ് നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. കൂട്ടത്തിൽ നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ നമ്മുടെ ബാച്ചിൽ കാണാം. ബൈ.